Good morning. Good morning. Good morning, teacher. Okay, let's start. So, in the module 3 start ചെയ്യാണ്. Okay, so module 3 നിങ്ങൾക്ക് പഠിക്കുന്ന topics trees and some algorithms related to graph. ഇപ്പോൾ ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി ഡാറ്റ സ്ട്രക്ചറുകൾ പഠിച്ചിട്ടുണ്ട്, ബൈനറി ട്രീ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കും ട്രീസ്, ദെൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, ഓക്കെ, ദെൻ പെൻഡന്റ് വേർട്ടെക്സ് ഇൻ എ ട്രീ, then distance and centers in a tree, rooted and binary tree, counting tree, spanning tree. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീ ആണ്. അതെന്താ ഡെഫിനിഷൻ പഠിക്കും, അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും പഠിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ പഠിക്കുന്നത് സം അൽഗോരിതംസ് റിലേറ്റഡ് ടു ഗ്രാഫ്, ദാറ്റ് ഈസ് പ്രിംസ് അൽഗോരിതം, ക്രെസ്കൽ അൽഗോരിതം. അപ്പോൾ പ്രിംസ് ആൻഡ് ക്രെസ്കൽ അൽഗോരിതം ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് മിനിമം spanning tree in a graph. Okay, then Dijkstra's shortest path algorithm. So നിങ്ങൾ ഒരു ഗ്രാഫിലെ രണ്ട് വേർട്ടീസസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം ആണെന്ത്, Dijkstra's shortest path algorithm. ഓക്കെ, ദെൻ നെക്സ്റ്റ് എല്ലാ വേർട്ടീസസും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അൽഗോരിതം ആണ് ഫ്ലോയിഡ് വോഷാൽ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 3 കവർ ചെയ്യുന്നത്. Then first topic, tree. Treeയുടെ ഡെഫിനിഷൻ ഇതാണ്. A tree is a connected graph without any circuits. A tree is a connected graph without any circuit. Then what do you mean by connected? What do you mean by connected? എന്തൊരു കണക്റ്റഡ് ഗ്രാഫ്? എല്ലാ പെയർ വെർട്ടിസസിനും ഒരു എഡ്ജ് ഉണ്ടാവും. എഡ്ജ് ആണോ പാത്ത് ആണോ? പാത്ത്. ഓക്കെ, ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? There exists an edge between, a path between every pair of vertices, right? So ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് എന്താ, കണക്റ്റഡ് ആണ്. ഏത് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്താ ഒരു പാത്ത് ഉണ്ടായിരിക്കും അല്ലെ. ഡി ബി, ഈ രണ്ട് വെർട്ടീസസിനെ കണക്ട് ചെയ്തിട്ട് ഒരു പാത്ത് ഇല്ലേ, ഡി എ സി ബി. ഇതാണ് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എന്താ സർക്യൂട്ട് എന്താ? What do you mean by circuit?
എന്താ സർക്യൂട്ട് എന്താ? സ്റ്റാർട്ട് ചെയ്ത വേർട്ടെക്സിൽ എൻഡ് ചെയ്യണം. അതായത് ഒരു വേർട്ടെക്സ് ക്ലോസ്ഡ് വോക്ക് അല്ലേ? യെസ്. ക്ലോസ്ഡ് വോക്ക് ആണ്, ബട്ട് വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യില്ല. അതല്ലേ സർക്യൂട്ട് എന്ന് പറയുന്നത്. മറന്നുപോയോ? ഈ ഒരു ഗ്രാഫിൽ ഏതാ സർക്യൂട്ട് ഏതാണ്? എ സി ബി എ. ഒരു ക്ലോസ്ഡ് വർക്ക് ആണ്, വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എക്സെപ്റ്റ് ടെർമിനൽ വേർട്ടീസസ്. ഓക്കെ, ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ട്രീ എന്ന് പറയുന്നത് എന്താ? ട്രീ ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്. ഓക്കെ, ഇതൊരു ട്രീ ആണോ? ഇസ് ദിസ് ട്രീ? നോ. ഓക്കെ, അല്ല, കാരണം എന്താ, ഇവിടെ ഒരു സർക്യൂട്ട് ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇസ് ദിസ് ട്രീ? യെസ്. ഓക്കെ, സോ ഇവിടെ എന്താ, ഇത് കണക്റ്റഡ് ആണ്, ദെൻ സർക്യൂട്ട്ലെസ് ആണ്. സോ ദിസ് ഗ്രാഫ് G is a tree. Okay, then a tree has to be a simple graph, that is having neither a self loop nor parallel edges. ഒരു ട്രീ എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. അതിൽ സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും ഉണ്ടാവരുത്. എന്തുകൊണ്ടായിരിക്കും? ഈ സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും എന്താ? ഇറ്റ്സ് ഫോം എ സർക്യൂട്ട്സ് അല്ലെ? സെൽഫ് ലൂപ്പ് ഒരു സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ, ഒരു പാരലൽ എഡ്ജസും സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രീന്റെ കേസിൽ എന്താ? സർക്യൂട്ട്ലെസ് ആണ്. അപ്പൊ ട്രീ എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. ഓക്കെ ആണോ? ദെൻ ഒരു ട്രീന്റെ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞേ. റിയൽ വേൾഡിൽ നമ്മൾ എവിടെയാണ് ട്രീ യൂസ് ചെയ്യുന്നത്? എൻ ഐഡിയ? നിങ്ങളെ ഫാമിലിനെ റെപ്രസെന്റ് ചെയ്യണം, ഒരു ഫാമിലി ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എന്തുണ്ടാവും? ഒരു ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് മദർ, ദെൻ അവരുടെ ചൈൽഡ്, then grandson or granddaughter. ഓക്കെ, നമ്മൾ ഫാമിലിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യും? ട്രീ യൂസ് ചെയ്യും. ട്രീന്റെ ഒരു റിയൽ വേൾഡ് അപ്ലിക്കേഷൻ ആണ് എന്ത്? ടു റെപ്രസെന്റ് അവർ ഫാമിലി. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? The next one, properties of tree. നിങ്ങൾ ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കും. ദെൻ ഓരോ പ്രോപ്പർട്ടിയും ഓരോ തിയർ ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, the first property, there is one and only one path between every pair of vertices in a tree. There is one and only one path between every pair of vertices in a tree. ഒരു ട്രീയുടെ കേസ് എടുത്താൽ അതിന്റെ എല്ലാ ഏത് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു പാത്ത് മാത്രമേ ഉണ്ടായിരിക്കൂ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. നമ്മൾ ട്രീനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ T. ഓക്കെ, ഹിയർ T is a tree. ഞാനിവിടെ BD രണ്ട് വേർട്ടീസസ് കൺസിഡർ ചെയ്യാണ്. ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ്? ഒരു പാത്തല്ലുള്ളൂ, BCD അല്ലേ? അതുപോലെ AD, ഈ രണ്ട് വേർട്ടീസ് എടുത്തേ, അതിനെ കണക്ട് ചെയ്ത് എത്ര പാത്ത് ഉണ്ട്? ABCD, ABCD.
പ്രോപ്പർട്ടി ഓക്കെ ആണോ? ഒരു ട്രീയില് ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് ഓൺലി വൺ പാത്തേ ഉണ്ടായിരിക്കും. Is it clear? ഓക്കെ, ഇനി എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ ഒരു തിയറം എങ്ങനെ പ്രൂവ് ചെയ്യാം? നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യണം? ടി ട്രീ ആണ്, അതിൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസസും എടുത്താൽ അതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ് ഓൺലി വൺ പാത്തേ ഉണ്ടായിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ടി എന്ന് പറയുന്നത് എന്താ? ട്രീ ആണ്. ഓക്കെ, ഇപ്പൊ ട്രീയുടെ ഡെഫിനിഷൻ എന്താ? കണക്റ്റഡ്, കണക്റ്റഡ് ആൻഡ് സർക്യൂട്ട്ലെസ്. ഓക്കെ, അപ്പൊ കണക്റ്റഡ് ആണ്, അതിന്റെ മീനിങ് എന്താ? There exists at least one path between every pair of vertices in T. അല്ലേ? ട്രീയിലെ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും കണക്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ഉണ്ടായിരിക്കും. ടി കണക്റ്റഡ് ആയതുകൊണ്ട് അതിന്റെ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ഉണ്ടായിരിക്കും. ഇനി ഈ അറ്റ്ലീസ്റ്റ് വൺ പാത്ത് എന്ന് പറയുന്നത് എന്താ? ഒരു പാത്തേ ഉണ്ടാവും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ ടി എന്താണ്? രണ്ട് വേർട്ടിസസ് ചൂസ് ചെയ്യാണ്, എ ആൻഡ് ബി. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്യാണ് ഈ എ ആൻഡ് ബി രണ്ട് വേർട്ടിസസിനെ കണക്ട് ചെയ്തിട്ട് ടു ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ടെന്ന്, ടു ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാണ്. എ ബി രണ്ട് വേർട്ടിസസിനെ കണക്ട് ചെയ്തിട്ട് ടു ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാണ്. ഈ പാത്തിന്റെ യൂണിയൻ എന്തായിരിക്കും? ഒരു സർക്യൂട്ട് ഫോം ചെയ്യും. ഓക്കെ, ഈ പാത്തിന്റെ യൂണിയൻ ഒരു സർക്യൂട്ട് ഫോം ചെയ്യും. ബട്ട് ടി എന്ന് പറയുന്നത് എന്താണ്? ട്രീ ആയതുകൊണ്ട് എന്തായിരിക്കും? ഇതിൽ സർക്യൂട്ട് ഇല്ല. ഓക്കെ, അപ്പൊ എന്റെ അസംഷൻ തെറ്റി. അതായത് എ ആൻഡ് ബി കണക്ട് ചെയ്തിട്ട് എന്താണ് ഓൺലി വൺ പാത്ത് മാത്രമേ ഉണ്ടായിരിക്കൂ. Is it clear? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യാണ് ദിസ് ഗ്രാഫ് ഈസ് എ ട്രീ. ഓക്കെ, ഇനി എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ആൻഡ് ബി കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എവറി വെർട്ടിസസ് കണക്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഓൺലി വൺ പാത്ത് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്യാണ് എ ആൻഡ് ബി കണക്ട് ചെയ്തിട്ട് രണ്ട് പാത്ത് ഉണ്ട് എന്ന്. ഏതൊക്കെയാണ് ആ പാത്ത്? എ സി ബി ആൻഡ് എ ബി എ ഡി ബി. രണ്ട് പാത്ത് എ സി ബി എ ഡി ബി. ഈ രണ്ട് പാത്തിന്റെ യൂണിയൻ എന്താ? ഒരു സർക്യൂട്ട് ആണ് ഫോം ചെയ്യുന്നത്. റൈറ്റ്? അപ്പൊ നമ്മുടെ ഗ്രാഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ട്രീ ആണ്. ട്രീയിൽ എന്താ? സർക്യൂട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഏത് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്തായിരിക്കും? ഒരു പാത്ത് മാത്രമേ ഉണ്ടായിരിക്കൂ. ക്ലിയർ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ തന്നെ. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാമിനും പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്തത്? ടി എന്ന് പറയുന്നത് കണക്റ്റഡ് ഗ്രാഫ് ആണ് അല്ലെ? ടി എന്ന് പറഞ്ഞ ട്രീ ആണ്. അപ്പൊ നമുക്കറിയാം കണക്റ്റഡ് ആണ്, സർക്യൂട്ട്ലെസ് ആണ്. അപ്പൊ ടി എന്ന് പറയുന്ന കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം there exists at least one path between every pair of vertices. അതായത് ഒന്നോ ഒന്നതിൽ കൂടുതലോ പാത്ത് ഉണ്ടായിരിക്കും. ബട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഓൺലി വൺ പാത്ത് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടീന്ന് രണ്ട് വേർട്ടീസസ് ചൂസ് ചെയ്യും, എ ആൻഡ് ബി. നമ്മൾ അസ്യൂം ചെയ്യാണ് എ ആൻഡ് ബിനെ കണക്ട് ചെയ്തിട്ട് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാണ്.
ഇപ്പൊ രണ്ട് ഡിസ്റ്റിങ്ക്ട് പാത്ത് ഉണ്ടെങ്കിൽ ഈ പാത്തിന്റെ യൂണിയൻ എന്താ, ഒരു സർക്യൂട്ട് ഫോം ചെയ്യും. ഓക്കെ, ബട്ട് ടി എന്ന് പറയുന്നത് എന്താണ്, ട്രീ ആണ്, അതിൽ സർക്യൂട്ട് ഉണ്ടാവില്ല. അപ്പൊ എന്റെ അസംഷൻ അവിടെ തെറ്റി. അതായത് എ ആൻഡ് ബിനെ കണക്ട് ചെയ്തിട്ട് എന്താണ്, ഓൺലി വൺ പാത്ത് മാത്രമേ ഉണ്ടായിരിക്കൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ പ്രോപ്പർട്ടീസ് നോട്ട് ചെയ്തോ. ഫസ്റ്റ് പ്രോപ്പർട്ടി, there is one and only one path between every pair of vertices in a tree. Then second theorem, if in a graph there is one and only one path between every pair of vertices, then G is a tree. If in a graph there is one and only one path between every pair of vertices, then G is a tree. എന്താ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഒരു ഗ്രാഫിൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് ഓൺലി വൺ പാത്ത് ആണെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഈസ് എ ട്രീ എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ജി എന്താണ്, ജി കണക്റ്റഡ് ആൻഡ് സർക്യൂട്ട്ലെസ്, ഈ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. നിങ്ങൾ ജി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ് ആൻഡ് സർക്യൂട്ട്ലെസ് എന്നാണ് പ്രൂവ് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് പറയാം, ജി ഈസ് എ ട്രീ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എങ്ങനെ പറയാം, എനി ഐഡിയ? നിങ്ങൾക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ജി കണക്റ്റഡ് ആണ് ദെൻ സർക്യൂട്ട്ലെസ് എന്നാണ് പ്രൂവ് ചെയ്താൽ മതി. സർക്യൂട്ട് ആകാണ്ടൊക്കെ മറ്റേ ഏതെങ്കിലും ഒരു കണക്ഷൻ കുറച്ചപ്പോരെ. നമ്മുടെ തിയറി എന്താണ്, ഗ്രാഫിൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് ഓൺലി വൺ പാത്ത് ഉണ്ട്, ദെൻ ആ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് ട്രീ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആ പെർട്ടിക്കുലർ ഗ്രാഫ് ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ മതി, ജി കണക്റ്റഡ് ആൻഡ് സർക്യൂട്ട്ലെസ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അത് സർക്യൂട്ട് ആണോ നോക്കിയപ്പോരെ. എങ്ങനെ നോക്കുക, ഒരു വെർട്ടിസിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ മറ്റേ വെർട്ടിസിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ സർക്യൂട്ടിലുണ്ടോ? ഓക്കെ, ഇവിടെ എന്താ, there is one and only one path between every pair of vertices. അതിന്റെ മീനിങ് എന്താ, ജി എന്ന് പറയുന്നത് കണക്റ്റഡ് അല്ലേ, അല്ലേ? തിയറത്തിൽ തന്നിട്ടില്ലേ, there is one and only one path between every pair of vertices. That means G is a connected. Hello. Saving. ടീച്ചർ അല്ലേ? ടീച്ചർ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എന്താണ്, there is one and only one path between every pair of vertices. അതിന്റെ മീനിങ് എന്താ, ജി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. കാരണം നിങ്ങൾക്കറിയാം കണക്റ്റഡ് ഗ്രാഫിൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് പാത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ജി കണക്റ്റഡ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, സർക്യൂട്ട്ലെസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി.
ഇങ്ങനെ പ്രൂവ് ചെയ്യാം. എനിക്കറിയാം ഒരു ഗ്രാഫിൽ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഏത് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്തായിരിക്കും, 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എ ബി സി ഡി. ഓക്കെ, ഇതൊരു സർക്യൂട്ട് ആണ്, അല്ലെ ഈ ഗ്രാഫിൽ എന്തോ ഒരു സർക്യൂട്ട് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എ സി ഈ 2 വെർട്ടീസസ് ആണ്. ഇതിനെ കണക്ട് ചെയ്ത് 2 പാത്തില്ലേ, എ ബി സി എ ഡി സി. ഓക്കെ, ഒരു ഗ്രാഫിൽ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ ഏത് 2 പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്തായിരിക്കും, 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ്, ഏത് 2 പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് ഓൺലി 1 പാത്ത് ആണ് ഉള്ളത്. അതിന്റെ മീനിങ് എന്താ, ജി ഈസ് എ സർക്യൂട്ട്ലെസ്. അപ്പൊ ജി കണക്റ്റഡ് എന്നും കിട്ടി, സർക്യൂട്ട്ലെസ് എന്നും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ജി ഈസ് എ ട്രീ. ഓക്കെ ആണോ? Yes, teacher. എല്ലാവർക്കും ഓക്കെ ആണോ? Yes, teacher. The next property, a tree with n vertices has n-1 edges. ഒരു ട്രീയിൽ n vertices ഉണ്ടെങ്കിൽ the number of edges is n-1. Here T is a tree. Number of vertices എത്രയാണ്? 4, right? Yes. The number of edges 3. 3. Okay, so ഇതാണ് ട്രീയുടെ അടുത്ത പ്രോപ്പർട്ടി. A tree with n vertices has n-1 edges. ഇനി ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ ഓൺ ദി നമ്പർ ഓഫ് വെർട്ടീസസ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അറിയാലോ, DCS നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ നമ്മുടെ ബേസ് സ്റ്റെപ്പ് അല്ലെ. ഫസ്റ്റ് നമ്പർ ഓഫ് വെർട്ടീസസ് 1. ദെൻ നമ്മുടെ ഗ്രാഫ് എന്താ, ട്രീ എന്താ, ഒരു സിംഗിൾ പോയിന്റ്. ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്, 0. ദെൻ n equal to 2. n equal to 2 ആകുമ്പോൾ ട്രീ എന്തായിരിക്കും, ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് 1 അല്ലേ. ദെൻ n equal to 3. അപ്പൊ ട്രീ എന്തായിരിക്കും, here number of edges 2. Then n equal to 4. Number of edges 3. Okay അല്ലേ? ഇനി നമ്മൾ എന്ത് പറയും, assume that the theorem holds for all the tree with fewer than n vertices. അതായത് ഒരു ഗ്രാഫിൽ fewer than n vertices ഉണ്ടെങ്കിൽ തിയറം ഹോൾഡ് ചെയ്യുന്ന അസ്യൂം ചെയ്യാണ്. അപ്പൊ ബേസ് സ്റ്റെപ്പ് പറഞ്ഞു, നമ്മൾ അസ്യൂം ചെയ്യുന്നു the theorem holds for all the trees with fewer than n vertices. Then next നമ്മൾ എന്താ, ഒരു ട്രീ കൺസിഡർ ചെയ്യാണ്. ടി എന്ന് പറഞ്ഞ ട്രീ ആണ്, അതിൽ n vertices ഉണ്ട്. Okay, here T is a tree with n vertices. Then ട്രീയിൽ ഒരു എഡ്ജ് ആണ് EK. അതിൽ 2 n vertices ആണ് VI, VJ. ഓക്കെ, ഇത് ട്രീ ആണ്. അപ്പൊ ട്രീന്റെ മീനിങ് എന്താണ്, ഇതിലെ ഏത് 2 പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ്, ഒരു പാത്ത് മാത്രമേ ഉണ്ടാവും, റൈറ്റ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഈ ട്രീന്ന് EK എന്ന് പറഞ്ഞ ഒരു എഡ്ജ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ട്രീ എന്താവും,
ഡിസ്കണക്റ്റഡ് ആവും. ടീന്ന് ഇക്ക് എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ട്രീ എന്താ ഡിസ്കണക്റ്റഡ് ആവും. ഫസ്റ്റ് കമ്പോണന്റ് T1, സെക്കൻഡ് കമ്പോണന്റ് T2. ഇത്രയും ഓക്കെ ആണോ? Yes, teacher. ഓക്കെ. ഇനി ഈ T1ലെ നമ്പർ ഓഫ് വേർട്ടീസസ് ഞാൻ പറയുന്നു N1, T2ലെ നമ്പർ ഓഫ് വേർട്ടീസസ് N2. ഓക്കെ, N1 and N2 ലെസ് ദാൻ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് ആയിരിക്കില്ലേ? ട്രീനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസിനെക്കാളും കുറവായിരിക്കില്ലേ N1ഉം N2ഉം? ആയിരിക്കില്ലേ? ടീച്ചർ ഒന്നും കൂടി പറയാമോ? അതായത് ഈ ഒരു പെർട്ടിക്കുലർ ട്രീന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കമ്പോണൻസ് കിട്ടുന്നു, T1 ആൻഡ് T2. അപ്പൊ ഞാൻ ഈ T1ന്റെ നമ്പർ ഓഫ് വേർട്ടീസസ് N1ഉം T2ന്റെ നമ്പർ ഓഫ് വേർട്ടീസസ് N2 ആയിട്ട് അസൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് എന്താണ്? N. അതിനെയാണ് N1 and N2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് N1 പ്ലസ് N2 എന്തായിരിക്കും? N ആയിരിക്കും. ഇപ്പൊ ഓക്കെ ആണോ? Yes, yes. ഓക്കെ, അപ്പൊ നമ്മൾ തിയറം ഞാൻ അസ്യൂം ചെയ്തിട്ടുണ്ട് എന്ത്? നമ്പർ ഓഫ് വേർട്ടീസസ് ലെസ് ദാൻ N ആണെങ്കിൽ ആ ഒരു തിയറം എല്ലാ ഗ്രാഫിനും ഹോൾഡ് ചെയ്യുന്നു അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ്. നമുക്കിവിടെ എന്ത് പറയാം? T1ലെ നമ്പർ ഓഫ് വേർട്ടീസസ് എന്തായിരിക്കും? സോറി, നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? N1 വേർട്ടീസസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? N1 minus 1. N1 minus 1. അതുപോലെ T2 with N2 vertices, the number of edges equal to N2 minus 1. N2 minus 1. Okay. Any. Next, the total number of edges. Total number of edges equal to N1 plus N2 minus 1. Alle? Yes. Okay. Then N1 plus N2 minus 2. N1 plus N2 എന്താണ്? N1 plus N. അപ്പൊ N minus 2 കിട്ടി. അതായത് T minus EK ഈ ഒരു ഗ്രാഫില് നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? N minus 2 ആണ് അല്ലേ? ടീച്ചർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടിയിലെ നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? N minus 1 ആയിരിക്കില്ലേ? Yes. അതായത് T minus EK ആണെന്ത്? നമ്പർ ഓഫ് എഡ്ജസ് N minus 2. അപ്പൊ ടിയുടെ നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? N minus 2. ഈ എഡ്ജ് ഇവിടത്തേക്ക് വരും. നമുക്ക് 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? T equal to N minus 1. പ്രൂഫ് ഓക്കെ ആണല്ലോ? Yes. അപ്പൊ ഒരു ട്രീയില് N വേർട്ടീസസ് ഉണ്ടെങ്കിൽ the number of edges is N minus 1. ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്ന് റിപ്ലൈ തന്നെ. അനുപമ, ആരോമൽ, അർപ്പിത്, തുളസി, അശ്വിൻ. Okay, miss. The next theorem, a connected graph with n vertices and n minus 1 edges is a tree. Any connected graph with n vertices and n minus 1 edges is a tree. എന്താ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്?
ഒരു കണക്റ്റഡ് ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ട്, then n-1 എഡ്ജസ് ഉണ്ട്, then that graph is a tree എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രൂവ് ചെയ്യാം? GBA കണക്റ്റഡ് ഗ്രാഫ് അല്ലെ, GBA കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വേർട്ടീസസ് and n-1 edges. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? G is a tree എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് അസ്യൂം ചെയ്യാണ്. Assume that G is not a tree. Assume that G is not a tree. Okay, അപ്പൊ G എന്ന ട്രീ അല്ല. അപ്പൊ അതിന്റെ മീനിങ് എന്തായിരിക്കും? അവിടെ എന്തുണ്ടാവും? ഒരു സർക്യൂട്ട് ഉണ്ടാവില്ലേ? അറ്റ്ലീസ്റ്റ് 1 സർക്യൂട്ട് ഉണ്ടാവില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സർക്യൂട്ടിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യാണ്. അതായത് G is not a tree ആണ്, അസ്യൂം ചെയ്യാണ്, ഒരു എഡ്ജ് റിമൂവ് ചെയ്യാണ്. എഡ്ജ് റിമൂവ് ചെയ്താലും സർക്യൂട്ട് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കില്ലേ? ബിക്കോസ് ഏത് 2 പെയർ ഓഫ് വേർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തിട്ട് എന്താണ്? 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഞാൻ സർക്യൂട്ടിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ സ്റ്റിൽ ടി എന്തായിരിക്കും? ഗ്രാഫ് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. കണക്റ്റഡ് ആയിരിക്കും. അതിൽ n വേർട്ടിസസ് ഉണ്ടാവും. നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? എത്രയായിരിക്കും? n-2 ആയിരിക്കും. n-1 n-2 ആയിരിക്കും. എന്റെ ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ട്, n-1 എഡ്ജസ് ഉണ്ട്. ഞാൻ അസ്യൂം ചെയ്യാണ് G is not a tree. ഇപ്പൊ ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രീ അല്ലെങ്കിൽ എന്തായിരിക്കും? അവിടെ ഒരു സർക്യൂട്ട് ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് 1 സർക്യൂട്ട് ഉണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു? ആ സർക്യൂട്ടിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്റെ ഗ്രാഫ് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. അതിൽ n വേർട്ടീസസ് ഉണ്ട്, n-2 എഡ്ജസ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ അതിൽ വേറൊരു തിയറി ഉണ്ട്, അത് ഞാൻ പ്രൂവ് ചെയ്തുതരാം. ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് n-1 എഡ്ജസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് n-1 എഡ്ജസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ എന്താണ് എനിക്ക് കിട്ടിയത്? ഇതൊരു കണക്റ്റഡ് ആണ്, അതിൽ n-2 എഡ്ജസ് ആണ് ഉള്ളത്. അപ്പൊ എന്റെ അസംഷൻ ഇവിടെ തെറ്റി, ബിക്കോസ് G is a tree. ഓക്കെ ആണോ? ഓക്കെ ആണ്. നമ്മളിവിടെ 2 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? In a tree, there is one and only one path between every pair of vertices. And second property എന്താ? ഗ്രാഫില് സർക്യൂട്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ്. അതായത് നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ a tree with n vertices has n-1 edges. ഓക്കെ ആണോ? 2 പ്രോപ്പർട്ടി ഓക്കെ ആണോ? The next term, minimally connected graph. Minimally connected graph. A connected graph is said to be minimally connected if removal of any edge from it disconnect the graph. A connected graph is said to be minimally connected if removal of any one edge from it disconnect the graph. എന്താ പറയുന്നേ? എന്താ പറയുന്നത്? ഒരു ഗ്രാഫ് മിനിമലി കണക്റ്റഡ് ആണെങ്കിൽ അതിലൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് എന്തായിരിക്കും?
ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് മിനിമലി കണക്റ്റഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണ് അല്ലെ. ഇവിടെ ഞാൻ ഈ പെർട്ടിക്കുലർ എഡ്ജ് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് എന്തായി? ഡിസ്കണക്റ്റഡ് ആയി. സോ ഈ ഗ്രാഫിന് എന്ത് പറയാം? ഇറ്റ്സ് എ മിനിമലി കണക്റ്റഡ് ഗ്രാഫ്. മിനിമലി കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ. ദെൻ ഈ റിമൂവ് ചെയ്യുന്ന എഡ്ജിന് നമുക്ക് എന്ത് പറയാം? ബ്രിഡ്ജ്. ഓക്കെ ആണോ? ഈ ഗ്രാഫ് മിനിമലി കണക്റ്റഡ് ആണോ? ഓക്കെ. എല്ലാ എഡ്ജും ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ടോ ഗ്രാഫ്? ഇല്ല, ഡിസ്കണക്റ്റഡ് ആവുന്നില്ല. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ മിനിമലി കണക്റ്റഡ്. ഇത് മിനിമലി കണക്റ്റഡ് ആണോ? ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ടോ ഗ്രാഫ്? ഡിസ്കണക്റ്റഡ് ആവുന്നില്ലേ? അതുപോലെ ഈ ഒരു എഡ്ജ് ആണ് റിമൂവ് ചെയ്തെങ്കിലോ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. റൈറ്റ്. സോ ദിസ് ഗ്രാഫ് ഈസ് എ മിനിമലി കണക്റ്റഡ് ഗ്രാഫ്. നമുക്ക് എന്ത് പറയാം? മിനിമലി കണക്റ്റഡ് ഗ്രാഫ് കനോട്ട് ഹാവ് എ സർക്യൂട്ട്. ഓക്കെ. മിനിമലി കണക്റ്റഡ് ഗ്രാഫിൽ എന്താണ്? സർക്യൂട്ട് ഉണ്ടാവില്ല. ഓക്കെ. ഇവിടെ സർക്യൂട്ട് ഉണ്ടാവില്ല, ഇവിടെയും സർക്യൂട്ട് ഇല്ല. നമുക്ക് എന്ത് പറയാം? മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ഈസ് എ ട്രീ. ഓക്കെ ആണോ? മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്താണ്? ട്രീ ആണ്. ബിക്കോസ് അതിൽ സർക്യൂട്ട് ഇല്ല, അത് കണക്റ്റഡും ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? Attendance please.